ഹലോ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയാലോ? ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്താണെന്നല്ലേ, ഈ കൂനിപ്പൊടി വെച്ചിട്ട് എന്തുണ്ടാക്കണം? തീയലുണ്ടാക്കണോ, ചമ്മന്തി ഉണ്ടാക്കണോ, എന്തുണ്ടാക്കണോ എന്നുള്ള ഒരു ആലോചനയിലാണ്. അവസാനം ഞാൻ ചമ്മന്തിയിൽ എത്തിപ്പെട്ടു കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കേണ്ട, കാരണം അവിടെ ലഞ്ച് ഉണ്ടാക്കുന്ന പരിപാടി നടക്കുകയാണല്ലോ. അതിനിടയിലാണ് നമ്മുടെ കൂനിപ്പൊടി ചമ്മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഈ ഡ്രസ്സിൽ തന്നെ നിങ്ങൾ വേറെയും വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്ത് ചെയ്യാനാ ഗൈസ്, നമുക്ക് ഓരോ റെസിപ്പി എടുക്കുമ്പോഴും പോയി ഡ്രസ്സ് മാറ്റി വന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്ത് നിൽക്കാനൊന്നും സമയമില്ല. കുട്ടി ഒന്ന് അടങ്ങിയിരിക്കുന്ന സമയത്ത് വേണം നമുക്കിതൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ മുളക് വറുത്തതിന് ശേഷം ദാ കറിവേപ്പിലയും പിന്നെന്താണ് ഉള്ളിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണേ. പിന്നെ കൂനിപ്പൊടി വറുത്തെടുത്തിട്ടുണ്ട്, കരിഞ്ഞു പോകരുത്. ഈ കൂനിപ്പൊടി വറുക്കുന്ന സമയത്ത് പൊടിയോ മണ്ണോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വരും കേട്ടോ. തേങ്ങയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കിണ്ടിയെടുത്താൽ മതി. അത് ബ്രൗൺ കളർ ആവണ്ട, മുരിഞ്ഞ് വരണ്ട, ചെറുതായിട്ടൊന്ന് അത് വേണമെന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ തേങ്ങയും പിന്നെ മുളകും അതൊക്കെ കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കിർ ആക്കിയെടുക്കുക. എന്നിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ, കാരണം എന്താണെന്നറിയോ, ഓൾറെഡി കൂനിപ്പൊടിയിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് നോക്കുക കേട്ടോ. ഈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു പുളിയും കൂടി ഇടാവേ. അതൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ കൂനിപ്പൊടി ഇട്ടിട്ട് നമുക്ക് തോരൻ വെക്കുമ്പോൾ ക്രഷ് ചെയ്യാനുള്ളൊരു സ്വിച്ച് നമ്മുടെ സുജാതയിലൊക്കെ ഉണ്ട്. അത് വെച്ചൊന്ന് കിർ ആക്കിയെടുത്താൽ മതി. 2 കിർ. കൈ കൊണ്ട് തൊടുന്നതിന് ആരും കമൻറ്റ് ചെയ്യണ്ട. ഈ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചോറൊക്കെ വാരി കൊടുക്കുന്നത്, ആഹാരം വാരി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ ഇല്ലേടാ, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സ്പൂണൊക്കെ എടുത്ത് വെച്ച് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാനുള്ള സമയമൊന്നും എൻ്റെ അടുത്തില്ല. എന്തായാലും നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ വൻകയാവട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ വിഷ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചിൽഡ്രൻസ് ടേക്ക് കെയർ, ബൈ.